പശ്ചിമേഷ്യൻ സംഘർഷം അതീവ രൂക്ഷമായി തുടരുന്നതിനിടയിൽ തന്നെ ഇസ്രായേലിന് നേരെ ലെബനീസ് ഭീകര സംഘടനയായ ഹിസ്ബുള്ള ആക്രമണം നടത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇറാനെ പിന്തുണയ്ക്കാനാണ് ഇവർ ആക്രമണം നടത്തിയതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച US ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ 12 ദിവസം ഇത് പിന്നിടുമ്പോൾ ഏറ്റവും മാരകമായ ആക്രമണമാണ് നടത്തിയിരിക്കുന്നതെന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. അതേസമയം ബെയ്റൂട്ടിലും അതിനപ്പുറത്തും ഇസ്രായേലി ആക്രമണങ്ങൾ തുടരുകയും ഒന്നിലധികം പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി തന്നെ ലെബനോൻ വൃത്തങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറഞ്ഞതനുസരിച്ച് ഇതാകട്ടെ ഒരു ഏകോപിതമായ ആക്രമണം ആണ് എന്നതാണ്. ഇറാനിയൻ മിസൈലുകളെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തകർക്കുകയും ഇത് ഹിസ്ബുള്ള ആക്രമണങ്ങളെ പരാജയപ്പെടുത്താൻ സഹായിച്ചതായും വ്യക്തമാക്കുന്നു. എന്നിരുന്നാൽ പോലും നിരവധി ആഘാതങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും തീപിടുത്തങ്ങൾക്ക് കാരണമായി തന്നെ 2 പേർ അവിടെ നിസ്സാര പരിക്കുകളോടുകൂടി തന്നെ രക്ഷപ്പെടുകയും ചെയ്തതായി തന്നെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 35 വയസ്സുള്ള ഒരു സ്ത്രീയും 50 വയസ്സുള്ള ഒരു പുരുഷനടക്കം 2 പേർ അവരുടെ ശരീരത്തിൽ ഒരു വലിയ രീതിയിൽ ഇത്തരത്തിൽ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ചതായി തന്നെ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഒരു വീട്ടിൽ പതിച്ച റോക്കറ്റ് ആകട്ടെ ഇരകളിൽ 2 പേരിൽ ഒരാൾക്ക് പരിക്കേറ്റതായി തന്നെ രക്ഷാപ്രവർത്തകർ അറിയിക്കുകയാണ് ചെയ്തത്. സംഭവ സ്ഥലത്ത് കടുത്ത ഉത്കണ്ഠയ്ക്ക് വിധേയരായ മറ്റ് 4 പേർക്ക് ചികിത്സ നൽകുകയും ചെയ്തു. വടക്കൻ പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ഷെൽട്ടറുകൾക്ക് സമീപം തന്നെ അവരെ തുടരാൻ ഇസ്രായേൽ പ്രതിരോധ സേന നിർദ്ദേശം നൽകിയപ്പോൾ ഹിസ്ബുള്ള ഡ്രോണുകൾക്കൊപ്പം തന്നെ റോക്കറ്റുകൾ പ്രയോഗിക്കുന്നത് തുടരുകയും അതേപോലെ തന്നെ മറ്റു രീതിയിൽ അതിർത്തി കടന്നുകൊണ്ട് ഏകദേശം 50 കിലോമീറ്റർ വരെയുള്ള ആ ചുറ്റളവിൽ തന്നെ വലിയ രീതിയിൽ ഒരു സൈറൻ മുഴങ്ങിയതോടുകൂടിയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. IDFന്റെ വിലയിരുത്തൽ പ്രകാരം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തീവ്രവാദ സംഘടന വടക്കൻ മേഖലയിൽ കുറഞ്ഞത് 150 റോക്കറ്റുകളെങ്കിലും പ്രയോഗിച്ചതായി തന്നെ വ്യക്തമാക്കുകയാണ്. അതേസമയം ഇറാൻ ഹോർമോസ് കടലിടുക്കിലൂടെ തന്നെ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള അനുമതി നൽകിയതായി തന്നെയാണ് വ്യക്തമാക്കുന്നത്. നിയന്ത്രണത്തിൽ ഇന്ത്യ നടത്തിയ ശക്തമായ ഇടപെടലുകൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകാൻ ഇറാൻ തയ്യാറായിരിക്കുന്നത്. അതേപോലെ തന്നെ US, യൂറോപ്പ്, ഇസ്രായേൽ കപ്പലുകൾക്ക് വിലക്ക് തുടരുമ്പോഴാണ് ഇന്ത്യൻ കപ്പലുകൾക്ക് അവിടെ ഒരു വിലക്ക് പോലും ഇല്ലാതെ തന്നെ അവിടേക്ക് പ്രവേശിക്കാൻ പോലും അനുവദിച്ചിരിക്കുന്നത്. അമേരിക്ക, ഇസ്രായേൽ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുമായി തന്നെ ബന്ധപ്പെട്ട കപ്പലുകൾക്ക് ഇറാൻ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പതാക വഹിച്ചുകൊണ്ടുള്ള ടാങ്കറുകൾക്ക് കടലിലൂടെ തന്നെ കടന്നു പോകാൻ ഇവിടെ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഭാരതത്തിന്റെ പതാകയേന്തിയ കപ്പൽ, അതായത് ഈ ടാങ്കുകൾ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെ തന്നെ സുരക്ഷിതമായി തന്നെ അവിടെ നീങ്ങുന്നതായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിനിടയിലാണ് ഈ ഒരു നീക്കം ഇപ്പോൾ നിർണായകമായിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ച ശേഷം, അതായത് 3ാം തവണയാണ് ഇരുവരും ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത്. കൂടാതെ തന്നെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവ് ആകട്ടെ, അതേപോലെ തന്നെ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി, യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ എന്നിവരുമായും ജയശങ്കർ ഇവിടെ ചർച്ച നടത്തി. ആഗോള ഊർജ്ജ വിപണിയെ ബാധിക്കാതെ തന്നെ ഷിപ്പിംഗ് പതാകകൾ നിർത്തുക അല്ലെങ്കിൽ നിലനിർത്തുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും ഇവിടെ വ്യക്തമാക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഇത്തരത്തിൽ മാരകമായ ആക്രമണം നടത്താൻ ഇറാൻ ആകട്ടെ ഹിസ്ബുള്ളയുടെ സഹായത്തോടു കൂടി തന്നെയുള്ള ആക്രമണങ്ങൾ നടത്തിയതായ വിവരങ്ങൾ പുറത്തുവരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.